നമ്മൾ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലേക്ക് പോയാൽ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുമ്പോഴും പല സംഘടനകളും പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയാണ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 6 വീടുകളാണ് തയ്യാറാക്കുന്നത്. സ്ക്രൂ ഡ്രൈവറും സ്പാനറും പിടിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മയിൽ സ്നേഹവീടുകൾ ഒരുങ്ങുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട 6 കുടുംബങ്ങൾക്ക് മുട്ടിൽ പഞ്ചായത്തിലെ എലഞ്ഞിച്ചാലിൽ തണലൊരുക്കും. അടുത്ത മാസം ആദ്യവാരത്തിൽ വീടുകളുടെ താക്കോൽ കൈമാറും. 30 സെന്റ് സ്ഥലമാണ് ഈ പ്രൊജക്ടിന് വേണ്ടി അസോസിയേഷൻ കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് ഈ മാസം 30-ാം തീയതിയോടുകൂടി ഈ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ഏപ്രിൽ ആദ്യവാരത്തിൽ തന്നെ 6 വീട് നഷ്ടപ്പെട്ടവർക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ടാണ് സംഘടനാ നേതാക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പദ്ധതിയിൽ വർക്ക്ഷോപ്പ് ഉടമകളും തൊഴിലാളികളും അണിചേർന്നു. നിരവധി സുമനസുകളും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. ഒരു കിണറ് 3 ഫാമിലി നമ്മുടെ വർക്ക്ഷോപ്പ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് നിരവധി സുമനസുകളും ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമുക്ക് സഹായം ചെയ്തു തന്നിട്ടുണ്ട്. 5 സെന്റ് സ്ഥലത്ത് 840 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള വീടുകളാണ് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നത്. നമ്മളാലാവുന്ന ഞങ്ങളുടെ ഈ സംഘടനയ്ക്കാവുന്ന തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 6 ആള് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർധനരായ അവർക്ക് ഒന്നുമില്ലാത്തവർക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ സംഘടന ഏറ്റെടുത്ത കേരളത്തിലെ ഓരോ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അംഗങ്ങളും സഹോദരങ്ങളും ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾ ഈ ഭവനം അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. സർക്കാർ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പല സംഘടനകളും നേരത്തെ പ്രഖ്യാപിച്ച വീടുകൾ സ്വന്തമായി സ്ഥലം കണ്ടെത്തി നിർമ്മിക്കാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് ഇന്നലെ 100 വീടുകൾ ഈ വിധത്തിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 24 വയനാട്.